നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL-ൽ മുംബൈ ഇന്ത്യൻസ് വീണ്ടും ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് വിജയത്തിലെത്തിയിരിക്കുകയാണ്. 6 വിക്കറ്റിൻ്റെ വിജയമാണ് LSGക്കെതിരെ മുംബൈ ആഘോഷിച്ചത്. നമുക്കിപ്പം ഹാരിസ് നെന്മാറ, ഒപ്പം മുഹമ്മദ് ജസീം. ഹാരിസ്, അങ്ങനെ ഒരു ചക്രശ്വാസം എന്നൊക്കെ പറയാവുന്നൊരു സാധനമാണ്. അത് കിട്ടി. ശേഷിക്കുന്ന 4 മത്സരങ്ങളും വിജയിച്ചാൽ പോലും കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ മുംബൈക്ക് കയറാൻ കഴിയൂ. എന്നാൽ പോലും മുംബൈയെ സംബന്ധിച്ചിടത്തോളം, ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം നൽകുന്ന വിജയം തന്നെയാണ്. ഘടകങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന്, മുംബൈയുടെ ഏറ്റവും ഉയർന്ന ചേസിങ് വിജയമാണിത്. ഒപ്പം തന്നെ രോഹിത് പരിക്ക് മാറി തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹം ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്തിരിക്കുന്നു. യെസ്, തീർച്ചയായും. ഇതിലെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മത്സരത്തിനൊക്കെ ശേഷം തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു നാരോ സാധ്യതകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നുള്ളതാണ്. ഈ IPL ടീമുകളുടെ എണ്ണമൊക്കെ 10 ഉയർത്തിയതിനു ശേഷം 2024 മറ്റുമാണ് 7 മത്സരങ്ങൾ ജയിച്ച ബംഗളൂരു നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ CSK പരാജയപ്പെട്ടു. പക്ഷെ അന്ന് അവർക്ക് കപ്പ് ഉണ്ടായിരുന്നില്ല. വീണ്ടും ആ സാലെങ്കിലും കപ്പടിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പിന്നെയും ഒരു സാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോഴും ചെറിയ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. പക്ഷേ ഈ വിജയം കുറേ കാലത്തിന് ശേഷം നമ്മൾ ആഗ്രഹിച്ചൊരു വിജയമാണ്. കാരണം ഈ സീസണിൽ പരീക്ഷിച്ച് വിജയിച്ച ഓപ്പണിംഗ് ജോഡികളായിരുന്നു റിക്കിൾട്ടണും രോഹിത്തും. ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതേ ഓപ്പണിംഗ് ജോഡി ആവർത്തിക്കുകയും ആ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഒരു 140 മുകളിൽ ഫസ്റ്റ് വിക്കറ്റിൽ തന്നെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയും മൊമെൻറ്റം കൊടുക്കുകയും രോഹിത് പുറത്താവുന്ന സമയത്ത് 6 ഓവറിൽ 52 റൺസോ മതി മുംബൈക്ക് ജയിക്കാൻ എന്ന അർത്ഥത്തിൽ ടീമിൻ്റെ ഒരു സേഫ് സോണിൽ എത്തിയതിനു ശേഷം അദ്ദേഹം മടങ്ങുക. ഇതാണ് ഈ ടീം ഈ കണ്ട കാലം അത്രയും ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോഴും അവിടെ തിലകബ്രഹ്മയും സൂര്യകുമാർ യാദവും പിന്നെ പരാജയപ്പെട്ടു പോകുന്ന ടീമാണത്. ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തൊരു ടീമാണത്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ശരിക്കും ഇഞ്ചുറി ഉണ്ടോ എന്നുള്ള കാര്യമാണോ മുംബൈ പറയുന്നത്? അതെ, പക്ഷെ അത് മുംബൈ നൽകിയൊരു വലിയ സിഗ്നലാണോ എന്നുകൂടി. അതെ, അതായത് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞ ആ ഹാർഡ് കോൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആദ്യം ഹാർഡ് കോൾ എടുക്കേണ്ടത് എന്ന്. മേ ബി ആ കോളാണോ അറിയില്ല. ഹാർഡ് കോൾ. അതെ, ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് വാങ്കഡയെ പോലുള്ളൊരു പിച്ചിൽ LSG നല്ലൊരു സ്കോറാണ് ഉയർത്തിയത്. പക്ഷേ LSGക്ക് ഈ മത്സരത്തിൽ 250 മുകളിൽ സ്കോർ ഉയർത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അവർ പവർ പ്ലേയിൽ 90 മുകളിൽ റൺ സ്കോർ ചെയ്യുന്നുണ്ട്. ഇതുവരെ നിക്കോളസ് പൂരനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഫോം ഔട്ടാണ്, സ്ട്രൈക്ക് റേറ്റ് ഇല്ല, മൊത്തത്തിൽ ഇൻ്റർനാഷണൽ കരിയറും അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് വരെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊക്കെ കരുതിയിരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം നമ്പർ 3 റോളിൽ വാങ്കഡയിൽ കളിക്കാൻ ഇറങ്ങുന്നത്. നന്നായി ഹിറ്റ് ചെയ്താണ് അദ്ദേഹം തുടങ്ങിയത്. പ്രത്യേകിച്ച് വിൽ ജാക്സനെ കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഓഫ് സ്പിന്നറായ വിൽ ജാക്സനെ കൊണ്ട് പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു സ്കൈ. പക്ഷേ വിൽ ജാക്സന്റെ ഓവറിൽ 2-3 സിക്സ് അടിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നെ ഗസാൻ ഫർണിയും അദ്ദേഹം അടിക്കുന്നുണ്ട്. അപ്പുറത്ത് മാർച്ച് ആണെങ്കിൽ ജസ്പ്രീത് ബുംറ അടിക്കുന്നുണ്ട്. ജസ്പ്രീത് ബുംറ പവർ പ്ലേയിൽ ഇന്നലെ 2 ഓവറിൽ വിട്ട് നൽകിയത് 31 റൺസാണ് എന്നതാണ്. സോ ജസ്പ്രീത് ബുംറ സ്ട്രഗിൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജസ്പ്രീത് ബുംറ ഇന്നലെ ഡെത്ത് ഓവറുകളിൽ കുറച്ചുകൂടി നന്നായിട്ട് എറിയുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ അതെ, അവസാന 3 ഓവറിൽ ഒരൊറ്റ ബൗണ്ടറിയാണ് മുംബൈ വിട്ട് നൽകിയത്. അതായത് ഈ സ്കോർ 250ലേക്ക് LSGക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു വാങ്കഡയിലെ പോലെ പിച്ചിൽ. കാരണം അവിടെ പിന്നെ ചേസ് ചെയ്യാൻ വരുന്ന ടീം സ്വാഭാവികമായിട്ടും ഡെലിവറി ചെയ്യും എന്നുള്ളതാണ് അവിടെ വാങ്കഡയുടെ പൊതുവൊരു സ്വഭാവം. അതുകൊണ്ട് തന്നെ അവിടെ ടോസ് കിട്ടിയ ആളുകളെ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കുക ചേസിങ് ആയിരിക്കും. മുംബൈ എന്തെന്ന് ചോദിച്ചാൽ, നന്നായി LSG അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു 12 മുതൽ 15 വരെയുള്ള ഓവറുകളിലും 17 മുതൽ 20 വരെയുള്ള ഓവറുകൾ, ഈ 7 ഓവറിൽ അവരാകെ വിട്ട് നൽകിയത് 42 റൺസാണ് എന്നാണ്. ഈ 2 ഫേസുകളിൽ മുംബൈ ബോളർമാർ പിടിച്ചെറിഞ്ഞത് ഈ മത്സരത്തിലെ ഏറ്റവും നിർണായകമായ സ്പെല്ലാണെന്ന് പറയേണ്ടി വരും. അവസാനത്തെ 3 ഓവറുകളിൽ ആകെ ഒരു 4 വിട്ട് നൽകിയത്. പിന്നെ ആദ്യത്തെ ഈ 12 മുതൽ 15 വരെയുള്ള ആ 3 ഓവറുകളിൽ 20 റൺസോ മറ്റാണ് വിട്ട് നൽകിയത്. സോ ആ ഫേസുകൾ ഇപ്പോൾ ഋഷഭ് പന്ത് വീണ്ടും സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഋഷഭ് പന്ത് ഇന്നലത്തെ മത്സരത്തിന് മുമ്പ് ഭയങ്കര വൈകാരികമായിട്ട് സഞ്ജീവ് ഗോയങ്കയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടീം മൊത്തം പാളി നിൽക്കുന്നൊരു സമയത്താണ് സഞ്ജീവ് ഗോയങ്കയെ പോലെ ഞങ്ങളുടെ മുതലാളി, അദ്ദേഹം ടീമിനോടും ക്രിക്കറ്റിനോട് മാത്രമല്ല അദ്ദേഹം ഫുട്ബോളിനോടും സ്പോർട്സിനോടും മൊത്തം പാഷനേറ്റ് ആയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പാഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഗ്രൗണ്ടിൽ ഇറങ്ങി KL രാഹുലിൻ്റെ കൊങ്ങക്ക് പിടിക്കുന്നൊക്കെ നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അദ്ദേഹം ഋഷഭ് പന്തിനെ കൊങ്ങക്ക് പിടിക്കേണ്ട സമയം കഴിഞ്ഞവണായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിസ്സഹായനാണ്, അദ്ദേഹം ഹെൽപ്ലെസ് ആണ്. ഇപ്പോൾ തോറ്റ ടീമിനെ വരെ വന്നിട്ട് അദ്ദേഹം തോളിൽ തട്ടി സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ അദ്ദേഹം സ്വന്തം ടീമിനെ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ അദ്ദേഹം കുറച്ച് ആർട്ടിഫിഷ്യലായി കാണിക്കുന്ന ഒരു സമയമാണ്. സോ ഇന്നലെ ഞങ്ങളുടെ മുതലാളിക്ക് വേണ്ടി ഞങ്ങൾ ഈ 200% കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നിക്കോളസ് പൂരൻ ഡെലിവറി ചെയ്ത സമയത്ത് തന്നെ നമുക്ക്
ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഋഷഭ് പന്ത് അവിടെ വന്ന് വീണ്ടും നിരാശപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഋഷഭ് പന്തിനെ കുറിച്ച് കുറേ കാലമായി നമ്മൾ ഈ വിമർശനം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ 25 കോടിക്ക് എടുത്തതിന് ശേഷം പിന്നെ ആ ടീം ഗതി പിടിച്ചിട്ടില്ല എന്നാണ്. അതായത് പ്രൈസ് ടാഗ് തന്നെയാണ്, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. പ്രൈസ് ടാഗിൻ്റെ ഭാരം കരിയർ നശിപ്പിക്കാൻ പോകുന്ന ആളുകളിൽ ഒരാളായിരിക്കാം എൻ്റെ ഋഷഭ് പന്ത് എന്നാണ്. ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സും ഇല്ലാതെ ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ റൺസ് ചേസ് ചെയ്യാൻ വേണ്ടി, ചെറിയ ചെറിയ ടോട്ടലുകൾ ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലും അദ്ദേഹം 10-250 മുകളിൽ അപ്പുറത്ത് വിജയലക്ഷ്യമുള്ളതുപോലെ ഒന്നാം ബോൾ മുതൽ തന്നെ റെസ്പോൺസിബിൾ അല്ലാതെ വെറുതെ ഇങ്ങനെ തൂക്കിയടിക്കാൻ വേണ്ടിയിട്ട് വരിക, പെട്ടെന്ന് ഔട്ടായി മടങ്ങുക, ഇറസ്പോൺസിബിളായ ഇന്നിങ്സുകൾ കളിക്കുക. അത് നമ്മൾ ഈ സീസണിൽ തനിയാവർത്തനം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. 120 മറ്റോ ആണ് സ്ട്രൈക്ക് റേറ്റ്, ആവറേജ് വളരെ കുറവാണ്. ഒരു 50 ആണ് ആകെ പ്രതീക്ഷിക്കാനുണ്ടായിരുന്നത്. നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച ഒരു ഇന്നിങ്സോ മറ്റോ ആണ് ആകെ ഉണ്ടായിരുന്നത്. പഞ്ചാബിനെതിരെയോ മറ്റോ ആണ്. ആ മത്സരത്തിലാണെങ്കിൽ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഋഷഭ് പന്ത് വീണ്ടും പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ ഋഷഭ് പന്ത് പറയുന്നുണ്ട്, ബൗളർമാരെ പഴി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബോളർമാർ പ്രത്യേകിച്ച് വാങ്കടയെ പോലൊരു പിച്ചിൽ ബോളർമാർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പഴി പറയേണ്ടത് ബാറ്റർമാരെ കുറിച്ച് തന്നെയാണ്. ബാറ്റർമാരെ കുറിച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങുന്നു. കാരണം ഇതുവരെ ഫോം ഔട്ടായി കിടന്ന നിക്കോളാസ് പൂരൻ വരെ ഫോമിലേക്ക് എത്തിയ ഒരു മത്സരമായിരുന്നിട്ട് പോലും അപ്പുറത്തേക്ക് എടുക്കുന്ന നോക്കുന്ന സമയത്ത് റിക്കിൾട്ടൺ, നമൻധീർ, രോഹിത് ശർമ്മ കളിക്കാനിറങ്ങിയ മത്സരങ്ങളിലൊക്കെ കൺസിസ്റ്റൻ്റായി ബാറ്റ് വീശിയ വളരെ കുറച്ച് അപൂർവം ബാറ്റർമാരെ ശരിക്കും മുംബൈ നിരയുള്ളൂ. ഇപ്പോൾ സ്കൈയും തിലക് വർമ്മയും ഒക്കെ, തിലക് വർമ്മയൊക്കെ ഇന്നലെ വീണ്ടും വൺ ഡൗണിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ. അപ്പോൾ തിലക് വർമ്മയ്ക്ക് കൃത്യമായി സ്ലോട്ടില്ല ഈ ഇതിൽ. നമ്മൾ ലോകകപ്പിലൊക്കെ അദ്ദേഹത്തെ വൺ ഡൗണിലും ടോപ്പ് ഓർഡറിലും കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം പരാജയപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ ഫിനിഷർ റോളിലേക്ക് ഇട്ടിട്ട് അതെ, എന്നിട്ട് അവിടെ മുതൽ അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മുംബൈ ഈ സീസണിൽ അത് പരീക്ഷിച്ചിട്ടാണ് അദ്ദേഹത്തെ ഒരു സെഞ്ചുറിയൊക്കെ അദ്ദേഹം അടിക്കുന്നത്. പക്ഷേ ആ സെഞ്ചുറി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ തിലക് വർമ്മയും ഈ സീസണിൽ പല മത്സരങ്ങളിലും പരാജയപ്പെടുന്ന നമ്മൾ കണ്ടു. ഓപ്പണിംഗ് സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ ഇന്നലെ മത്സരത്തിൻ്റെ വിധിയും ഗതിയും നിർണ്ണയിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അവിടെ നമൻധീർ വീണ്ടും ഡെലിവറി ചെയ്യുന്നു ഈ 2 വിക്കറ്റുകൾ പോയ സമയത്ത്. ഇപ്പോൾ മുംബൈ നിരയിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് 250 സ്കോർ ചെയ്യാൻ കഴിയും, LSGക്ക് 250 മുകളിൽ സ്കോർ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നൊരു ഘട്ടത്തിലാണ് കോർബിൻ ബോഷ് ഒരു ഓവറിൽ വന്നിട്ട് നല്ല ടച്ചിൽ നിൽക്കുന്ന നിക്കോളാസ് പൂരനെയും മാർഷിനെയും എടുക്കുന്നത്. അപ്പോൾ ഇടക്കിടക്ക് മുംബൈ ബോളർമാർ കൊടുത്ത ഈ മൊമെൻറ്റം കൊണ്ടാണ് അവർക്ക് 250 താഴെ പിന്നെ നിർത്താൻ കഴിഞ്ഞത്. സോ രോഹിത് ശർമ്മ തിരിച്ചു വരുന്നു. രോഹിത് ശർമ്മയുടെ ലേസി എലഗൻസ് ഒക്കെ നമ്മൾ വീണ്ടും കാണുന്നു. അദ്ദേഹം പരിക്കുമാറി തിരിച്ചെത്തുമ്പോൾ പോലും ഈ സീസണിൽ പല മത്സരങ്ങളും അദ്ദേഹം നിസ്സഹായനായി ഡഗൌട്ടിൽ ഇങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതി, ക്യാപ്റ്റൻസി റോളിലാണെങ്കിൽ പോലും എനിക്കങ്ങോട്ട് ഇറങ്ങി ഇടപെടാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ മുംബൈയുടെ ഒരു ലെജൻഡറി ക്യാപ്റ്റനായ ആ മനുഷ്യൻ അവിടെ ഇരിക്കും നമ്മൾ പലവരും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കാണുന്നു. മുംബൈ ആരാധകൻ എന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിൽ പോലും മാനേജ്മെൻറ്റ് കുറേ പുനരാലോചനകൾക്ക് ഇവിടെ നിന്നൊക്കെ തുടങ്ങണം എന്ന തിരിച്ചറിവും സന്തോഷമൊക്കെ തരുന്ന ഒരു മത്സരം. മുംബൈ ഫാൻ്റെ സന്തോഷം ഹാരിസിന്റെ കണ്ണിലുണ്ട്, സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. അപ്പോൾ മുംബൈയുടെ കാര്യം ഓക്കെ, വളരെ കൃത്യമായിട്ട് ഹാരിസ് പറഞ്ഞു. LSGയും പന്തും മാറാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർച്ചയായിട്ട് 6ാമത്തെ തോൽവിയാന്ന് തോന്നുന്നു അവരുടെ. എങ്ങനെ വരെ കാര്യം പറയാന്നുള്ളതാണ്. അവരുടെ അവസാന മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാം തോറ്റു നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കടാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയുണ്ട് അവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു മാനസികാവസ്ഥ. ഒക്കെ പറയുന്ന പോലെ പന്തിന്റെ അല്ല ജയിക്കണ്ടേ ഒരു ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുന്ന പോലെ നമുക്ക് ചോദിക്കണം തോന്നുന്നതാണ്. അടിവാരത്തിൽ നിന്ന് കയറി വരണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഇല്ല. അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇന്നലെ മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ മാച്ചാണല്ലോ. ഒരു പക്ഷേ ഒരു സാധ്യതകൾ വളരെ കുറവാണെങ്കിലും മുംബൈയെ സംബന്ധിച്ച ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു. പക്ഷേ വാങ്കഡയിൽ ഇന്നലെ ശരിക്കും പെർഫോം ചെയ്തത് നേരത്തെ പറഞ്ഞൊരു പൂരാനാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഇന്നലെ 21 പന്തിലാണ് അങ്ങനെ ഒരു അർദ്ധ സെഞ്ചുറിയിലേക്ക് കടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് ഈ ഒരു അതെ ഈ ഒരു ഇന്നിങ്സ് തന്നെ നമുക്കറിയാലോ. അതെ, ഈ ഒരു IPL സീസണിൽ ഈ ഒരു സീസണിലെ ഇന്നിങ്സ് വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, എല്ലാവരും വലിയ വിമർശനം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അന്താരാഷ്ട്ര മത്സരങ്ങളിലൊന്നും ഇറങ്ങാതെ എന്നാൽ ഈ IPL പോലെയുള്ള അത് ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾക്ക് വേണ്ടി മാത്രം എന്നെ മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞ ഒരാൾ. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരെന്ന് പറയുന്നത് ലക്നൌവിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ പ്രതീക്ഷകൾക്കൊന്നും ഇല്ലെങ്കിലും അത് ലക്നൗ എന്ന ടീമിനുണ്ടാക്കുന്ന ഒരു പ്രതീക്ഷ വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ പിന്നെ ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് അടി വാങ്ങി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാവരും അത്യാവശ്യം അടി വാങ്ങും. പക്ഷേ ഇന്നലെ പ്രിൻസ് യാദവ് ഇന്നലെ ഒരു 3 ഓവർ എറിഞ്ഞിട്ടും പ്രിൻസ് യാദവ് വിക്കറ്റില്ല എന്നുള്ളത് മാത്രമാണ് ലക്നൗവിൻ്റെ. കാരണം മുംബൈ നന്നായി അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നു. അവർ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ പോലും പ്രിൻസ് യാദവിൻ്റെ ഒരു ബൗളിംഗ് മികവുണ്ട്. അത് ഒരു ഘട്ടത്തിൽ നമുക്ക് മറന്നു പോകാൻ പറ്റാത്തൊരു ഇന്നിങ്സാണ്. കാരണം 3 ഓവർ അദ്ദേഹം എറിയുമ്പോഴും വളരെ ചുരുങ്ങിയ റൺസ് മാറ്റം, 24 റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ളത്. പ്രിൻസ് യാദവിൻ്റെ ഒരു പ്രകടനം അത് ഈ ഒരു IPLലും അത്യാവശ്യം ലക്നൗ ഇങ്ങനെയൊക്കെ തോറ്റു പോകുന്നുണ്ടെങ്കിലും പ്രിൻസ് യാദവിൻ്റെ ഒരു പ്രകടനം എപ്പോഴും കുറച്ച് ബെസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലക്നൗവിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ലക്നൗ ഇന്നലെ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ
തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ബാറ്റിംഗ്, ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എങ്കിലും അവർ പലപ്പോഴും അടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മിച്ചൽ മാർഷ് ഒരു കൺസിസ്റ്റൻസി, അദ്ദേഹം ഒരു സ്ഥിരമായ ഒരു പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാരണം. ജോഷ് ഇംഗ്ലീഷ്, ഇങ്ങനെ ഇവരുടെ നല്ലൊരു നിര അവർക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമൊന്നും അവർക്ക് ബാറ്റിംഗ് നിര ഇല്ല എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഋഷഭ് പന്താണെങ്കിലും നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാരിസ് പറഞ്ഞ പോലെ വരുന്നത് വലിയ അഗ്രസീവായിട്ട് വരുന്നു, വലിയ സ്കോറുകൾ ചേസ് ചെയ്യാൻ അദ്ദേഹത്തിന് കൊണ്ട് സാധിക്കുമെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വരവുണ്ട്. ഇപ്പം ഇന്നലെ തുടക്കത്തിൽ വലിയ സ്കോർ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുമെന്നുള്ള, പക്ഷേ അദ്ദേഹത്തിന് ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളത് അത് അദ്ദേഹം ഇനി പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരു ഇന്ത്യൻ താരം ഇങ്ങനെ ആവുന്നതിൻ്റെ ഒരു സങ്കടാവസ്ഥ ഇന്ത്യൻ ടീമിനും കൂടിയാണ്. കാരണം അദ്ദേഹത്തെയൊക്കെ ഏതെങ്കിലും സ്ലോട്ടിലേക്ക് നമുക്ക് ഇനിയും എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് വളരെ താഴെ ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതും ഗുരുതരമായ പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൽ ഇപ്പോൾ ഇന്നലെ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇത് പരിക്കാണെന്ന് പറയുന്നു, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി വരുന്നു. അത് മുംബൈക്ക് വീണ്ടും ഒരു വിജയത്തിലേക്ക് വഴി തുറക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയോട് തോൽക്കുന്നു, അതായത് ഒരു എൽ ക്ലാസിക്കോ തോറ്റു വരുന്നത്, 2 എൽ ക്ലാസിക്കോകൾ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു, രോഹിത് ശർമ്മക്ക് തിരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ പക്ഷേ നമുക്ക് ഏറ്റവും സങ്കടകരമായത്, ഒരു ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ആ ഒരു ഫോം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. തിലക് വർമ്മ ഒരു സെഞ്ചുറി അടിച്ച് വലിയ പ്രതീക്ഷ നൽകിയൊരു മത്സരം, ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതും അദ്ദേഹം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതായത് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ പെർഫോം ചെയ്യുക എന്നുള്ളത് മുംബൈക്ക് മാത്രമല്ല, അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിന്, ഭാവിയിൽ ഒരു ഇന്ത്യൻ ടീമിനും അതൊരു മോശം ഘടകമായി മാറുന്നു എന്നുള്ളതാണ്. അത് മീൻസ് പുതിയ എത്രയോ ആളുകൾ അല്ലല്ല, നമ്മൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് സൂര്യകുമാർ യാദവ് വരണം, തിലക് വർമ്മ വരണം എന്നുള്ളത്. എന്തായാലും അവരുടെ ഒരു തിരിച്ചുവരവ്, കംബാക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഇനി അടുത്ത മത്സരം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ LSG നേരത്തെ ആരിസ് പറഞ്ഞ പോലെ തന്നെ ഒരു 20 റൺസ് LSG ഷോട്ടായിരുന്നു. അത് തന്നെയാണ് അവരുടെ തോൽവിക്കുള്ള പ്രധാന കാരണവും. ഇപ്പോൾ തോന്നുന്നു മറ്റേ സഞ്ജീവ് ഗോയങ്ക എന്തായാലും നിക്കോളാസ് പുരനെ ചെന്ന് ശരിക്കും അയാളുടെ പേര് വിളിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും. അതായത് ഈ മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ 8 മത്സരങ്ങളിൽ നിന്ന് 82 റൺസ് മാത്രമാണ് നിക്കോളാസ് പുരൻ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ്, ആവറേജ് വളരെ കുറവാണ്. പക്ഷേ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് കളിയറിയായിട്ടോ പ്രതിബലിയായിട്ടോ ഒന്നുമല്ല നമ്മൾ കൃത്യമായിട്ട് കാണുന്നത്. T20 ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാൾ തന്നെയാണ് നിക്കോളാസ് പുരൻ, ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. അത്രയും സിമ്പിളായിട്ട് അദ്ദേഹം ഹിറ്റ് ചെയ്യുന്നത്, 6 അടിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവും ക്വാളിറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ മാറി. അത് മുംബൈ ബോളർമാർ അതിന് അഴിഞ്ഞ് സഹായിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. കാരണം അദ്ദേഹം അടിച്ച 8 സിക്സുകൾ 8ഉം ലെഗ് സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് പുരാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഓരോ മത്സരത്തിലും വീഡിയോ അനലിസ്റ്റുകൾ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് ടീമിലെ ബാറ്റർമാർ അല്ലെങ്കിൽ ബോളർമാരുടെ ക്വാളിറ്റി എന്താണ്, വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഇതൊന്നും എനിക്ക് തീർച്ചയായിട്ടും ഫോം ഔട്ടാണ്. ഒരു മത്സരത്തിൽ പോലും 8 മത്സരത്തിൽ തിളങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ നെവർമൈൻഡ് ചെയ്ത് കാണണം. അതുകൊണ്ട് തന്നെ അതെറിഞ്ഞ, അതായത് ജസ്പ്രീത് ബുംറ ആയാലും കോർബിൻ ബോഷ് ആയാലും അവരുൾപ്പെടെയുള്ള താരങ്ങൾ എറിഞ്ഞ ലെങ്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലെഗ് സൈഡാണ് പുരാൻ്റെ ഒരു സ്ട്രോങ് ഏരിയ. ഇന്നലെ അടിച്ച 8 സിക്സറും ലെഗ് സൈഡിലാണ്. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് ഔട്ട് സൈഡ് ലെഗ് സ്റ്റംപിലേക്കാണ് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാലിലേക്കാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് പുരാൻ അടിക്കാവുന്നേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ടാണ് ആ സിക്സുകൾ വന്നതെല്ലാം. ഒരു റിസ്ക് എടുത്തുള്ള ഒരു ഷോട്ട് പോലും ചെയ്തിട്ടില്ല. എല്ലാം ഈസി ആയിട്ടാണ് പുരാൻ ചെയ്തിട്ടുള്ളത്. അത് മുംബൈ ബോളർമാരുടെ ഒരു ഇത് തന്നെയായിരുന്നു, പ്രശ്നം തന്നെയായിരുന്നു. അദ്ദേഹത്തിനെതിരെ സ്റ്റഡി നടത്തിയിട്ടില്ല എന്നുള്ളത് ഒന്ന്. അതും ഇത്രയും തുടർച്ചയായിട്ട് അടിച്ചിട്ട് പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. ഒപ്പം തന്നെ അവസാന ഓവറുകളിൽ മുംബൈ നന്നായിട്ട് പിടിച്ചു എന്നുള്ളതും ഒരു നല്ല ഘടകം തന്നെയാണ്. അവസാന 3 ഓവറിൽ 16 റൺസ് മാത്രമാണ് അടിക്കാൻ കഴിഞ്ഞത്. അവസാന ഓവറിൽ വെറും 6 റൺസ് മാത്രമാണ് ദീപക് ചഹർ പിടിച്ചിട്ടുള്ളത്. ബുംറ ഫസ്റ്റ് നന്നായിട്ട് അടികൊണ്ടു, പിന്നെ അദ്ദേഹം ഗംഭീരമായിട്ട് തിരിച്ചു വന്നു. ദീപക് ചഹറും ആ രീതിയിൽ തന്നെയായിരുന്നു, അവസാനം അവഴേക്ക് തിരിച്ചു വന്നു. ആ ഒരു 20 റൺസ് ഷോട്ട് കൃത്യമായിട്ട് ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുംബൈയിലേക്ക് വരുമ്പോൾ മുംബൈ ചെയ്ത കാര്യമെന്ന് പറയുന്നത്, ഒപ്പം തന്നെ LSGയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിലൊന്ന് ദിഗ്വേഷ് റാത്തിയെ കളിപ്പിച്ചില്ല എന്നുള്ളത്. അദ്ദേഹത്തിനെ കളിപ്പിക്കേണ്ട ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നന്നായിട്ട് പന്തെറിഞ്ഞുകൊണ്ടിരുന്ന പ്രിൻസ് യാദവിനെ ഓവർ കോട്ട കംപ്ലീറ്റ് ചെയ്തില്ല. പകരം നന്നായിട്ട് അടികിട്ടി 3 ഓവർ ഇറങ്ങിയിട്ടുള്ളൂ, 24 റൺസ് വിട്ടുകൊടുത്തിട്ടുള്ളൂ. നന്നായിട്ട് അടികിട്ടിക്കൊണ്ടിരിക്കുന്ന ആവേശ് ഖാനെ കോട്ട കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതിന് മുമ്പ് മുംബൈ ജയിച്ചു എന്നുള്ളൊരു സത്യമാണ്. എന്നാൽ പോലും 3.5 അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട്. ഈ
ആവേശ് ഖാനെ സിമ്പിളായിട്ട് രോഹിത് തൂക്കും നമ്മൾ കണ്ടു. 2 സിക്സ് 2 ബൗണ്ടറിയും അടുപ്പിച്ചടിക്കുന്നു. ഷമിയെ വരെ സിമ്പിളായിട്ട് രോഹിത് അടിക്കുന്നത് കണ്ടു. അപ്പോൾ രോഹിത് ടച്ചിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാന്ന് നമുക്കറിയാം. പ്രിൻസ് യാദവിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹം സ്ലോ ബോൾ നന്നായിട്ട് എറിയും, നല്ല യോർക്കറുകൾ എറിയുന്ന ബോളറാണ്. എപ്പോഴെങ്കിലും രോഹിത് നമ്മൾ മത്സരത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1-2 സമയത്ത് രോഹിത് ഫ്രസ്ട്രേറ്റഡ് ആയി ബഹളം ഉണ്ടാക്കുന്ന 1-2 മൊമെന്റ് കണ്ടിട്ടുണ്ട്. അത് പ്രിൻസ് യാദവിൻ്റെ ഓവറിലായിരുന്നു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ പരീക്ഷിക്കാതെ അദ്ദേഹത്തിനെ കുഴക്കുമെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിപ്പിച്ചൊരു ബൗളർ കയ്യിലുണ്ടായിട്ട് അദ്ദേഹത്തിന് ബോൾ കൊടുക്കാതെ ആവേശ് ഖാൻ നിരന്തരം പന്തെറിഞ്ഞ് പന്ത് ഒന്നാമത്തെ പ്രതി തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പന്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ്. പോട്ടെ, ജയിക്കണമെന്ന് ഒരു ആഗ്രഹമില്ലാത്ത ടീം വന്നിരുക. മറുവശത്ത് മുംബൈയിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഹാർഡ് കോൾ ആരുതാന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സൂര്യ വന്നപ്പോൾ തന്നെ മുംബൈ ഇതിനു മുമ്പ് ചെയ്തതെല്ലാം പിച്ച് എന്താണ്, കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ ഹാർദിക് എടുക്കുന്ന തീരുമാനം സ്വന്തം ബാറ്റർമാരെ വിശ്വസിക്കാതെ ടോസ് കിട്ടുമ്പോഴെല്ലാം ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. വാങ്കഡയിൽ വരെ വാങ്കഡയിൽ വരെ ചെന്നൈക്കെതിരായ നിർണായക മത്സരത്തിൽ പോലും ഒരു 240 അടിച്ചിട്ട് പോലും അവർക്കത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ബോളർമാർ കുറച്ച് മോശം ഫോമിലാണ്. തീർച്ചയായിട്ടും ഇത്രയും ക്വാളിറ്റിയുള്ള ബാറ്റ്സ്മാൻ അവർ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സൂര്യ നേരെ തിരിച്ചു. സൂര്യ ചേസിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അതിനും കൂടെ അവർക്ക് കാണാൻ ചെയ്തു. ക്രിക്ക് ബസ്സിലൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് രോഹിത് സ്വയം സന്നദ്ധനാവുകയായിരുന്നു, ഞാൻ ഇന്ന് കളിക്കും എന്നുള്ള രീതിയിൽ ഒരു സാധനം വരുന്നുണ്ട്. അതങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സാധനമാണ്. ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഉള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറ്റിക്കപ്പുറം ചർച്ച ചെയ്യുന്നത് ശരിയില്ല. എന്നാൽ പോലും ഹാർദിക് അവിടെ മാറുന്നു പുറം വേദന എന്ന് പറഞ്ഞ്. സൂര്യ വരുന്നു, രോഹിത് സ്വയം തീരുമാനം എടുക്കും, ഞാൻ ഇന്ന് ഇറങ്ങണമെന്ന്. അതും വന്നത് ക്രിക്ക് ബസ് പോലെ അത്രയും ട്രസ്റ്റഡ് ആയ ഒരു സൈറ്റിലാണെന്ന് കൂടി ഒന്ന് ഓർക്കണം. അപ്പോൾ രോഹിത് വരുന്നു, അത് ആ ഇമ്പാക്ട് പ്ലെയർ അദ്ദേഹം ഇറങ്ങുമെന്നുള്ള മൊമെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹം അപ്പുറമൊക്കെ വലിച്ചെറിയുമ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഭയങ്കര കൈയടിയാണ്. രോഹിത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുംബൈയുടെ രാജ്യമാണ്, ആ ഒരു കൈയടിയും ആ ഒരു ആവേശമൊക്കെ ഉണ്ടാവും. രോഹിത്തിൻ്റെ ഓരോ ഇറങ്ങിയത് മുതൽ ഓരോ സ്റ്റാൻസ് മുതൽ ഓരോ ഷോട്ടും അതിഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത്. 50 ആഘോഷിച്ചത്. അദ്ദേഹം ഔട്ടായി പോകുമ്പോൾ പോലും കൃത്യമായിട്ട് നല്ല നിറഞ്ഞ കൈഡിയാണ് കൊടുക്കുന്നത്. മുംബൈ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ ചരിത്രത്തിൽ തന്നെ 5 കപ്പടിച്ച ചരിത്രമുള്ള മുംബൈക്ക് 2 തവണ മാത്രമാണ് 220+ അവർ ചേസ് ചെയ്തിട്ടുള്ളൂ. ആ രണ്ടും ഈ സീസണിലാണ്. ആ 2 തവണയും റിയാൻ റിക്കൽട്ടണും രോഹിത് ശർമ്മയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആ 2 തവണ ഒരു 140+ പാർട്ണർഷിപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് നല്ലതാണ്. അവർ ടച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല എന്ന് തോന്നിക്കുന്ന ഒരു മെൻ്റൽ ഗെയിം കൂടിയാണല്ലോ ഈ സ്പോർട്സ് എന്ന് പറയുന്നത്. ആ ഒരു കൂട്ടുകെട്ട് അവർക്ക് തോന്നിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് വളരെ പെട്ടെന്ന് ഒരു സ്വിച്ചിട്ട പോലെ പോസിറ്റീവായ പോലത്തെ ഫാക്ടറുകൾ മുംബൈ ക്യാമ്പിൽ ഉണ്ടായി എന്നുള്ളത് വലിയ ഘടകമാണ്. മുംബൈ ഇതുവരെ ഉണ്ടാവാതിരുന്ന ഘടകവും അത് തന്നെയായിരുന്നു. പ്ലേയേഴ്സിലായിട്ടോ ക്വാളിറ്റിയുള്ള താരങ്ങളുടെ അഭാവമൊന്നും അല്ലല്ലോ അത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് തന്നെ അവർ മുംബൈയുടെ ഒരു മാറ്റം നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ റിവലാണെങ്കിൽ പോലും മുംബൈ അങ്ങനെ വരുന്നത് രോഹിത് ഇത്രയും ഈസി ആയിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലേസി എലഗൻസ് കൃത്യമായിട്ട് നമ്മൾ കാണുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുംബൈയുടെ ഒരു തിരിച്ചുവരവിൽ സന്തോഷമുണ്ട്. ഇനി ശേഷിച്ച മത്സരങ്ങൾ നമുക്ക് നോക്കാം ഏത് രീതിയിലായിരിക്കും അവർ കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ കിട്ടിയ ഒരു പോസിറ്റീവ് മൊമെൻറ്റം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുംബൈയെ തീർച്ചയായിട്ടും കയറി വരാനുള്ള സാധ്യതകളുണ്ട്. ഈ രോഹിത് ശർമ്മയെ കുറിച്ചൊക്കെ പറയുമ്പോഴേ നമ്മൾ രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ഈ 40കളിലേക്കൊക്കെ കടക്കുന്ന സമയത്താണ് അദ്ദേഹം IPL ഏത് കാലം മുതൽ കളിക്കുന്നുണ്ട്. ഡക്കാൻ ചാർജേഴ്സ് നമ്മൾ ഏത് കാലം മുതൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2007 T20 ലോകകപ്പിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. 2007 T20 ലോകകപ്പിൽ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടായിരുന്നു. ഫസ്റ്റ് IPL മുതൽ തന്നെ അദ്ദേഹം പിന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം പവർ പ്ലേയിൽ തന്നെ 50 അടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 40കളിലേക്ക് കിടക്കുന്ന ഈ സമയത്താണെന്ന് ആലോചിക്കണം. അപ്പോൾ അന്ന് നമ്മളൊരു താരതമ്യം നടത്തിയിരുന്നു. 15 വയസ്സുള്ള വൈഭവ് സൂര്യവംശി പവർ പ്ലേയിൽ 15 ബോളിൽ തന്നെ ഒരുപാട് തവണ 50 അടിച്ചു കഴിഞ്ഞു. രോഹിത് ശർമ്മ അതടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 39കളിലേക്ക്. പക്ഷേ അവിടെ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിങ്ങനെ വയസ്സൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പലതവണ സെലക്ടർമാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അടുത്ത ലോകകപ്പിലേക്കുള്ള കോളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. T20 ലോകകപ്പ് ഈ 39ലും അദ്ദേഹം ഈ വിധം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതെ, അപ്പോൾ ഇത്രയും വർഷമായിട്ട് ആ സ്ഥിരത നിലനിർത്തുക എന്ന് പറയുന്നത് ചിലർ കഥ വയസ്സനാണ്, വയറ് ചാടിയ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇല്ല എന്നൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നത് T20യിൽ നിന്നൊക്കെ രോഹിത് ശർമ്മ അങ്ങനെ വിരമിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രതിഭാധാരാളിത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും ഇപ്പം തന്നെ നമ്മൾ പറയും. ഇപ്പോൾ നേരത്തെ ജസീം പറഞ്ഞു തിലകവർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ പിന്നെ ഫോം ഔട്ട് ആകുമ്പോൾ സങ്കടമാവുന്നു. അവിടെ ഇന്ത്യൻ സെലക്ടർമാർക്ക് ഇവിടെ സങ്കടമൊന്നുമില്ല. ഇവിടെ ആരെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഓപ്ഷൻ, അതായത്
വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാറായി വന്ന അഭിഷേക് ഒരു 2 കളിക്ക് ഫോം ഔട്ട് ആയപ്പോഴേക്ക് അഭിഷേകിനെ മാറ്റണം. നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്, വൈഭവ് ഉണ്ട്, ജയ്സ്വാൾ ഉണ്ട്, അറിയാൻ തുടങ്ങി നമ്മള്. അത്രയും പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക്. അല്ല എന്നിട്ട് സെലക്ടർമാർ നേരത്തെ തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജയ്സ്വാൾ ഇനി ടെസ്റ്റ് മാത്രം കേന്ദ്രീകരിക്കട്ടെ, കാരണം നമുക്ക് T20 ഇത്ര ആളുണ്ട്. ആരാണ് ജയ്സ്വാൾ? T20 നല്ല ടച്ചിൽ നിൽക്കുന്ന മനുഷ്യനാണ്, എല്ലാ ഫോർമാറ്റിലും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോടാണ് പറയുന്നത്. സോ ഇന്ത്യയിൽ പ്രതിഭാ ധാരാളിത്തമാണ് വലിയ പ്രതിസന്ധി. അത് ഇപ്പോൾ സെലക്ടർമാരെ നമുക്ക് പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റുമെന്ന് അറിയില്ല. ലോബിയിങ് അങ്ങനത്തെ സംഗതികൾക്ക് ഇൻ റിയാലിറ്റി ഉണ്ടെങ്കിൽ പോലും കുറേ പ്രതിഭകളുടെ ഒരിടത്ത് നമ്മൾ എന്താണ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഉടൻ പിന്നെ അടുത്ത അയർലൻഡിനെതിരെ പരമ്പര വരാനുണ്ട്, ഇംഗ്ലണ്ടിനെതിരെ പരമ്പര വരാനുണ്ട്. ഇതിലേക്കൊക്കെ കോളും കാത്തു നിൽക്കുന്ന എത്രയോ മനുഷ്യർ T20 ലോകകപ്പിൽ തന്നെയുണ്ട്. സോ ഏകദിന ലോകകപ്പിലേക്ക് ശരിക്കും രോഹിത് ശർമ്മ നൽകുന്ന സൂചന വലിയ സൂചനയാണ്. ഏകദിന ലോകകപ്പിൽ നമ്മളിപ്പോൾ സഞ്ജുവിൻ്റെ പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രോഹിത്തും വിരാട് കോഹ്ലിയും ഈ ഫോമിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റ വർഷം കൂടിയാണുള്ളത്. അപ്പോൾ ഉറപ്പായും അവരുണ്ടാകും എന്നുള്ളതാണ്. സോ രോഹിത് മുംബൈ ആരാധകൻ എന്ന അർത്ഥത്തിൽ രോഹിത് ഈ സീസണിൽ മൊത്തം ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ശരിക്കും അതിൽ നമ്മൾ ഇമോഷണലി തന്നെ രോഹിത് ശർമ്മയുടെ ആ ഡഗൗട്ടിലിരിക്കുന്ന സീനുകളൊക്കെ നമ്മളിങ്ങനെ പല ഊരും അദ്ദേഹത്തിൻ്റെ ഹെൽപ്ലെസ് അവസ്ഥയെ കണ്ടിട്ടുണ്ട്. സോ മാനേജ്മെൻറ്റ് ഹാർദിക് പാണ്ഡ്യയെക്കുറിച്ച് ഈ സീസണിൽ ഒരു ഹാർഡ് കോൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടീം ഇങ്ങനെ അടിവാരത്ത് കിടന്ന് നശിക്കുന്നത് കാണേണ്ടി വരും എന്നതാണ്. ഒരു ഹിറ്റ്മാൻ എന്നുള്ള നിലയ്ക്ക് ശരിക്കും അങ്ങനെയാണല്ലോ രോഹിത് ശർമ്മ എപ്പോഴും അറിയപ്പെടുന്നതും, ഹിറ്റ്മാൻ. ഇന്നലെ അദ്ദേഹം 8 സിക്സാണ് അടിക്കുന്നത്. ആ 8 സിക്സൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതിലും അദ്ദേഹം ഒരു പരിക്കുന്നത് വരുന്നു. അതെ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിക്സുകളും ഒരു മനോഹരമായിട്ടുള്ള സിക്സുകളും ആ ഇന്നിങ്സും അതിനൊരു മനോഹരമാക്കുന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ സിക്സുകൾ എന്ന് പറയുന്നത്. നമൻധീറിന്റെ ഇന്നിങ്സും ഭയങ്കര മനോഹാരിതയാണ്. എല്ലാ മത്സരങ്ങളിലും നമൻധീർ അതെ അദ്ദേഹത്തിന്റെ ഷോട്ടുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി കളിക്കുന്ന മനുഷ്യന്മാരിലാണ് നമൻധീർ. ഈ സീസണിൽ മുംബൈ ഇങ്ങനെ അടപടലം പിന്നെ പൊട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി ചർച്ചയാവാതെ പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല കൺസിസ്റ്റൻസിയിൽ ഒരു ടീം വിജയിച്ചു പോകുന്ന ഒരു ടീമാണെങ്കിൽ നമൻധീർ ഇപ്പോൾ IPLന്റെ മൊത്തം ഡിസ്കഷൻ ആകേണ്ട ഒരു കളിക്കാരനാണ്. നമൻധീർ ശരിക്കും ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. മുംബൈയുടെ ഒരു ജയം മുന്നേറ്റമൊക്കെ ശരിക്കും നമൻധീറൊക്കെ ഡിസർവ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പൊ തന്നെ ഒരു സെമി മിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു വന്ന ഗസൻഫറിന് തുടർച്ചയായിട്ട് പടി കിട്ടുന്നുണ്ട്, തുടർച്ചയായി കിട്ടുന്നുണ്ട്. തുടക്കത്തിൽ നല്ല രീതിയിൽ ഹാർദിക് ശർമ്മയൊക്കെയാണ് അടിക്കുന്ന മത്സരത്തിൽ ഇന്നലെ നല്ല അടി കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതും മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ സീസണിൽ അവർക്ക് മുന്നോട്ട് വെക്കാവുന്ന കുറച്ച് പ്ലേയേഴ്സിനൊന്നാണ് നമൻധീർ, അല്ലാ ഗസൻഫർ ഉൾപ്പെടെയുള്ള താരങ്ങൾ. അതിൽ അല്ലാ ഗസൻഫറിന് അടി കിട്ടുന്നത് തീർച്ചയായിട്ടും മുംബൈയുടെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്, പ്രത്യേകിച്ച് സാനർക്ക് ഇഞ്ചുറി കൂടി വന്ന സ്ഥിതിക്ക്. അല്ല ഇനിയിപ്പോ പ്രതീക്ഷകളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ 14 മത്സരം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്, പരമാവധി ജയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇനിയിപ്പോ ഇന്ന് നടക്കാൻ പോകുന്നത് എല്ലാം ഇനി ക്രൂഷ്യൽ മത്സരങ്ങളാണ്. ചെന്നൈ വേഴ്സസ് DC മാച്ച് അന്ന് നടക്കാൻ പോവാണ്. അതിനകത്ത് സഞ്ജു ഋതുരാജ് ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്, ചെന്നൈ വിജയവഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്ലേ ഓഫ് റേസിലേക്ക് അവർ ഓടി കയറുകയാണ്. എന്താണ് ചെന്നൈയുടെ ഒരു സാധ്യതകൾ, പ്രതീക്ഷകൾ? CSK കുറച്ചുകൂടി മൊമെൻറ്റം കണ്ടെത്തി തുടങ്ങി. അവരുടെ അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ആയിട്ടുള്ള കളിക്കാരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ടാക്ടിക്സിലിരുന്ന സമയത്ത് അൻഷുൽ കംബോജ് അൺക്യാപ്ഡ് പ്ലെയർ അല്ല എന്നുകൊണ്ട് കുറേ പേര് തിരുത്തിയിരുന്നു. നമ്മൾ ടെസ്റ്റിലൊരു അപ്പോൾ അത് നമ്മൾ തിരുത്തുന്നു, ഒഫീഷ്യലി തന്നെ നമ്മൾ തിരുത്തുന്നു. പക്ഷെ അദ്ദേഹം T20യിലും നമ്മളെ ശക്തി കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് വിലയിരുത്തലും കാര്യങ്ങളും കമന്റുകളായിട്ട് നമുക്ക് വരാറുണ്ട്. വലിയ കാര്യമാണ്. അല്ല നമ്മളന്ന് T20 എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അൺക്യാപ്ഡ് പ്ലെയർ എന്നത് മൊത്തത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണല്ലോ. പക്ഷേ അനുഭവ സമ്പത്ത് കുറഞ്ഞില്ല. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് അധികം പരിചയമില്ലാത്ത കഴിഞ്ഞ മത്സരത്തൊക്കെ നമ്മൾ കണ്ടത് 10 ഓവറുകളിൽ 6 ഓവറൊക്കെ അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ കൊണ്ട് രാമകൃഷ്ണ ഘോഷ് വന്നിട്ട്, പക്ഷേ രാമകൃഷ്ണ ഘോഷിന് പരിക്കാണെന്ന് തോന്നുന്നു. പരിക്ക് വലയ്ക്കുന്ന ഒരു സീസണിൽ പോലും അവരുടെ ഏറ്റവും മൊമെൻറ്റം കണ്ടെത്തിയിട്ടുള്ള ആയിഷ് മാത്രേ പോയ, ഖലീൽ അഹമ്മദ് പോയ ഒരു സീസണിൽ പോലും അവർ പല മത്സരങ്ങളിൽ പല സൊല്യൂഷൻസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ചെന്നൈയെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവായൊരു സംഗതി. ഇപ്പോൾ കഴിഞ്ഞ ടാക്ടിക്സിലാണെന്ന് തോന്നുന്നു ആരോ പറഞ്ഞിരുന്നു ചെന്നൈ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള ടീമിനെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആരാ പറഞ്ഞത് എൻ്റെ ഓർമ്മയില്ല. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയിട്ടില്ലാത്ത സമയത്ത് അവിടെ ഗെയ്ക്വാദ് മൊമെൻറ്റം കണ്ടെത്തി എന്നുള്ളതാണ് CSK സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവായ സംഗതി. സോ ഞാൻ CSKക്കൊപ്പം നിൽക്കുന്നു. ഇപ്പുറത്ത് KL രാഹുലൊക്കെ നന്നായിട്ട് അടിച്ചുടങ്ങിയൊരു ഇതാണ്. അതുകൊണ്ട് പക്ഷേ അപ്പോഴും ഞാൻ CSKക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നു. തീർച്ചയായിട്ടും CSK. എന്തായാലും ഇന്ന് ഗെയ്ക്വാദും അതുപോലെ തന്നെ കാർത്തിക് ശർമ്മയും കഴിഞ്ഞ ദിവസം ഈ
ഫാഫ് ഡുപ്ലസി കളി കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്. അവർ നേരത്തെ ഇപ്പോൾ ഹാരിസ് പറഞ്ഞ പോലെ ആ ഒരു ഇതിന്ന് കൂട്ടി വായിക്കണ്ടായിരുന്നു. കാരണം അടുത്തൊരു നിരയെ വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം വന്നത്. ഈ കാർത്തിക് ശർമ്മയൊക്കെ മികച്ച ഫോമിലേക്ക് വരുന്നു, അൻഷുൽ കമ്പോജിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ ഗെയ്ക്വാദ് വീണ്ടും ഫോമിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് ആദ്യം നിരാശപ്പെടുത്തിയെങ്കിലും അങ്ങനെ ഒരാളെ നിരാശപ്പെടുത്തിയാലും അടുത്തൊരു ഘട്ടത്തിൽ ഇവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാഫ് ഡുപ്ലസി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ചെന്നൈയുടെ വിജയത്തിലും അവരുടെ നടത്തുന്ന പെർഫോമൻസിലും ഒരു പ്രതീക്ഷയുള്ള ഒരു സംഭവമായിട്ടാണ് ആ ഒരു കാര്യമാണ് അദ്ദേഹം കോച്ച് തന്നെ പറയുന്നത്. ഇപ്പോൾ സഞ്ജു സാംസൺ തിളങ്ങുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് പിന്നീട് വലിയ നിരാശപ്പെടുത്തലുണ്ടാകുന്നുണ്ട് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം. അത് ചെന്നൈയുടെ സ്കോറിങ്ങിനെ ബാധിക്കുമെന്ന് നമ്മൾ കരുതുമ്പോഴും അവിടെ ഈ ഗെയ്ക്വാദ് ഉൾപ്പെടെയുള്ളവർ വന്ന് കാർത്തിക് ശർമ്മ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്ന് അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആ ഒരു കളിയിലുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെന്നൈക്ക് ഗുണകരമാവും. ഇന്ന് തീർച്ചയായിട്ടും ചെന്നൈ ടോട്ടലി ചെന്നൈ ജയിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ചെന്നൈ ജയിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. മാത്രമല്ല സഞ്ജുവിൻ്റെ ഒരു ഇതിനെ കുറിച്ച് പറയുമ്പോൾ സഞ്ജു എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. അദ്ദേഹം ഒരു സെഞ്ചുറി അടിക്കും, പിന്നെ 2-3 മത്സരം മോശമായിരിക്കും, പക്ഷെ തിരിച്ചു വരുന്നത് വീണ്ടും ഒരു ഗംഭീരമായ സെഞ്ചുറി അല്ലെങ്കിൽ 50+ സ്കോറോട് കൂടിയായിരിക്കും. അത് സഞ്ജുവിന് ഏറ്റവും വലിയ ക്വാളിറ്റി. അതായത് കളിക്കുമ്പോൾ ഒരു ബിഗിന്നിങ്സ് അദ്ദേഹം കളിക്കുള്ളൂ, ഒരു ആവറേജ് കളിയൊന്നും കളിച്ചു പോകില്ല. സഞ്ജു തിരിച്ചു വരട്ടെ, കാരണം കഴിഞ്ഞ കളിക്ക് മോശമായിരുന്നല്ലോ. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിൻ്റെ ഫോമിനേക്കാളേറെ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഋതുരാജ് ഗെയ്ക്വാദ് അവരുടെ ക്യാപ്റ്റൻ തിരിച്ചു വന്ന രീതിയിൽ തന്നെയാണ്. തുടർച്ചയായിട്ട് 2 അർദ്ധ സെഞ്ചുറികൾ ഋതുരാജ് കണ്ടെത്തി കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ താരതമ്യേന ഒരു ചെറിയ പ്ലെയറായ കാർത്തികുമായിട്ടൊരു 98 റൺസ് പാർട്ണർഷിപ്പാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്, അതും ചേസിങ്ങിൽ. അത് വളരെ സെൻസിബിളായിട്ട് രണ്ടുപേരും കളിക്കുകയുണ്ടായി. അതും ചെന്നൈക്ക് വലിയ ഘടകം തന്നെയാണ്. ഒപ്പം തന്നെ ബ്രവിസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ വരാനുണ്ട്. അപ്പോഴും ഇഞ്ചുറികൾ ചെന്നൈ ഒരു ഭാഗത്തുനിന്നൊരു പ്രശ്നം റെഡിയാക്കി വരുമ്പോഴത്തേനായിരിക്കും അപ്പുറത്ത് അടുത്ത പ്രശ്നം തുടങ്ങുന്നത്. ഇഞ്ചുറികൾ ഓരോ തരത്തിൽ പോലും അവർ പ്രശ്നം എപ്പോഴും ക്യാമ്പിനകത്ത് തന്നെ ഇഞ്ചുറികളുടെ രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പരിഹരിച്ചൊന്ന് റെഡിയായി വരുമ്പോഴേക്ക് അടുത്തത് വരും. ഇപ്പോൾ ആയുഷ് പോയ സമയത്ത് കൃത്യമായിട്ട് അവർക്ക് ഉറവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലേയേഴ്സ് അവർക്കുണ്ട്, പക്ഷേ ഈ അവരുടെ ഒരു രീതി, പ്ലാൻ മൊത്തം പൊളിയുന്ന രീതിയിലാണ് അവർക്ക് ഇഞ്ചുറി വരുന്നത് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ എന്തായാലും അതൊക്കെ മറികടന്നുകൊണ്ട് തിരിച്ചു വരാൻ ചെന്നൈക്ക് കഴിയട്ടെ. എന്തായാലും ഡൽഹിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഫൈറ്റ് ഉണ്ട്. 2 ടീമും പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് മുന്നിൽ തന്നെയുള്ള ടീമാണ്. എന്തായാലും ഇന്നത്തെ മത്സരം കൊണ്ട് അവരുടെ പൊസിഷനിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യത അതേ പൊസിഷനിൽ തന്നെയായിരിക്കും. പക്ഷേ ഗുണം നന്നായിട്ടുണ്ടാകും എന്നുള്ളതാണ്. പിന്നെ മൊത്തത്തിൽ തമിഴകത്തൊരു വിസിലടിയും ഇതൊക്കെ ആയിട്ടൊരു ഒരു പുതിയ അന്തരീക്ഷം രൂപപ്പെടുന്നുണ്ട്. അത് ഈ ഒരു മത്സരത്തിലും വിസിലടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മുംബൈയുടെ തിരിച്ചുവരവിനെക്കുറിച്ച്, ഒപ്പം തന്നെ മുംബൈയുടെ സാധ്യതകളെക്കുറിച്ച്, ഇന്ന് നടക്കാൻ പോകുന്ന ചെന്നൈ ഡൽഹി മത്സരത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും. കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.